ദുർഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പൊറുതിമുട്ടിയുള്ള വിധിയെഴുത്താണിത്. ഇതൊരു വലിയ വിജയം കൂടിയാണ്. അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തം കൂടിയാണ് ജനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു വികസനവും എറണാകുളത്ത് നടത്തിയിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയന്റെ ഭരണമല്ലേ. കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചിയിലെ കൊതുക് ഒരു വലിയ പ്രശ്നമാണ്, കൊച്ചിയിൽ നായകടി ഒരു വലിയ പ്രശ്നമാണ്, കൊച്ചിയിലെ അടിസ്ഥാന സൗകര്യം വെള്ളക്കെട്ട് ഒരു പ്രശ്നമാണ്, വേലിയേറ്റ സമയത്ത് ഉപ്പുവെള്ളം കയറുന്ന ഒരു പ്രശ്നമാണ്. ഇതിനൊന്നും ഒരു പരിഹാരം കാണാൻ ഒരു സർക്കാരിന് കഴിഞ്ഞില്ല. അയ്യപ്പന്റെ സ്വർണ്ണപ്പാളികൾ കട്ടുകൊണ്ടുപോകുന്നു. ഇതിൽ കൂടുതൽ എന്ത് ശാപം കിട്ടുന്ന പണിയാണ് ഈ സർക്കാരിന് ചെയ്യാനുള്ളത്? ആ ശാപമാണ്, അയ്യപ്പന്റെ ശാപം കൂടിയാണിത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നമ്മുടെ പരിചയമാണ്. ഈ വിജയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വിജയമാണ്. ദുർഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പൊറുതിമുട്ടിയുള്ള വിധിയെഴുത്താണിത്. കേരളത്തിലെ ഐക്യ ജനാധിപത്യമുണ്ട്. പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി 4 വർഷക്കാലമായി ഞങ്ങൾ നടത്തുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടമാണ്. ആ പോരാട്ടം എറണാകുളം ജില്ലയിൽ ഞങ്ങൾ ഒരു UDFന്റെ ഒരു ടീം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും ഒരുമിച്ച് നിന്ന് നേടിയെടുത്ത ഒരു വിജയമാണ്. മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെ കഠിനാധ്വാനമാണ്. കഴിഞ്ഞ 1.5 വർഷക്കാലമായി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള വലിയ മുന്നൊരുക്ക പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയത്. അതിനുള്ള ഒരു റിസൾട്ടാണ്. അതിന് ജനത്തിനോട് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. ഇതൊരു വലിയ വിജയം കൂടിയാണ്. അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തം കൂടിയാണ് ജനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്തം പൂർണ്ണ ബോധ്യത്തോടുകൂടി നിറവേറ്റാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. DF ഇവിടെ ഒരുപാട് വികസനങ്ങളൊക്കെ കൊണ്ടുവന്നു. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ജനം അവരെ മാറ്റി നിർത്തിയത്? ഒരു വികസനവും എറണാകുളത്ത് നടത്തിയിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയന്റെ ഭരണമല്ലേ. ഈ എറണാകുളം ജില്ലയ്ക്ക് എന്ത് സംഭാവനയാണ് ചെയ്തത്? റവന്യൂ വരുമാനത്തിന്റെ 40% നികുതി കൊടുക്കുന്ന ഒരു നാടാണ് എറണാകുളം. എറണാകുളത്തിന് ഒരു പ്രത്യേക പ്രോജക്റ്റോ ഒരു പദ്ധതിയോ ഒന്നുമില്ല. എറണാകുളത്ത് UDFന്റെ കാലഘട്ടത്തിൽ തുടങ്ങിവച്ച പദ്ധതികൾ പൂർത്തീകരിച്ചതല്ലാതെ മറ്റൊന്നും നടപടിയായിട്ടില്ല. അതിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ഒരു വലിയ പ്രതിഷേധം ഞങ്ങൾ അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പങ്കുവച്ചത്. UDFന്റെ കാലഘട്ടത്തിൽ തുടങ്ങിവച്ച 2-3 കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചു, അതിന്റെ ഉദ്ഘാടനം നടത്തിയെന്ന് പറഞ്ഞ് ഇതാണ് വികസനം എന്ന് പറഞ്ഞാൽ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഏത് പദ്ധതിയാണ് ഇവർ നടപ്പിലാക്കിയത്? കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചിയിലെ കൊതുക് ഒരു വലിയ പ്രശ്നമാണ്, കൊച്ചിയിൽ നായകടി ഒരു വലിയ പ്രശ്നമാണ്, കൊച്ചിയിലെ അടിസ്ഥാന സൗകര്യം വെള്ളക്കെട്ട് ഒരു പ്രശ്നമാണ്, വേലിയേറ്റ സമയത്ത് ഉപ്പുവെള്ളം കയറുന്ന ഒരു പ്രശ്നമാണ്. ഇതിനൊന്നും ഒരു പരിഹാരം കാണാൻ ഒരു സർക്കാരിന് കഴിഞ്ഞില്ല. ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്ന് തുടങ്ങി വെക്കണ്ടേ സർക്കാർ? അതിനൊരു പണം ചെലവാക്കണ്ടേ? 1 രൂപ പോലും ചെലവാക്കാതെ UDFന്റെ കാലഘട്ടത്തിൽ 10 വർഷം മുമ്പ് കിട്ടിയ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പണം ചെലവാക്കിയിട്ട് ഇതാണ് ഞങ്ങളുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ വിശ്വസിക്കത്തില്ല. അത് ജനങ്ങൾക്ക് നന്നായി അറിയാം. അത് ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ ശ്രമിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സത്യത്തിൽ അവർ പരാജയപ്പെട്ടത് അവരുടെ കഴിവുകേട് കൊണ്ട് തന്നെയാണ്. അതിൽ ഒരു സംശയവും വേണ്ട. അത് കൃത്യമായ ഒരു പൂർണ്ണബോധ്യത്തോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന് പ്രത്യേകിച്ചും ശബരിമല കോടിക്കണക്കിന് വിശ്വാസികളുള്ള ഒരു ആരാധനാ കേന്ദ്രത്തിൽ നിന്ന് സ്വർണം കട്ടുകൊണ്ടു പോകുന്നു, അയ്യപ്പന്റെ സ്വർണ്ണപ്പാളികൾ കട്ടുകൊണ്ടുപോകുന്നു. ഇതിൽ കൂടുതൽ എന്ത് ശാപം കിട്ടുന്ന പണിയാണ് ഈ സർക്കാരിന് ചെയ്യാനുള്ളത്? ആ ശാപമാണ്, അയ്യപ്പന്റെ ശാപം കൂടിയാണിത്. തീർച്ചയായും അത് അയ്യപ്പന്റെ ശാപം കൂടിയാണ്. തീർച്ചയായും ആ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, മുഴുവൻ ആളുകൾ, എല്ലാ വിശ്വാസികളും എല്ലാവരും UDFന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ UDFന് സമ്പൂർണ്ണ വിജയമാണ്. ഭരണവിരുദ്ധ വികാരം അലയടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ ജനാധിപത്യ അവകാശം വിനിയോഗിച്ച് നടത്തിയിട്ടുള്ളത്. അത് രാഷ്ട്രീയ ഭേദമന്യേ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ വരെ ഞങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കാരണം BJPയും CPM തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനും നമ്മുടെ ജനാധിപത്യ മതനിരപേക്ഷതയെ തകർക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചതിനും എതിരായിട്ടുള്ള ശക്തമായ ജനവികാരം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. എറണാകുളത്ത് 14-ൽ 14 സീറ്റും പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം ഞങ്ങൾ തുടങ്ങിയതിന്റെ ആദ്യഘട്ട വിജയമാണ് ഞങ്ങൾക്കുണ്ടായത്. 2ാം ഘട്ടത്തിലും ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾ വിജയിക്കുകയും ചെയ്യും. ശക്തമായ ഒരു തിരിച്ചുവരവാണ് UDFന്റെ ഈ ഒരു വിജയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിലാണ് എല്ലായിടത്തും UDF സംസ്ഥാനത്തുടനീളം ലീഡ് ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ പിടിക്കാൻ ശക്തമായ ഒരു നേതൃത്വ നിര തന്നെ ഉണ്ടായിരുന്നു. മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു കോൺഗ്രസ് ശക്തമായ ഒരു
ഒരു പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിജയമുണ്ടായതും. കൂടാതെ ഭരണവിരുദ്ധ വികാരവും ഇതിനൊരു കൂട്ടായി. കൊച്ചിയിൽ നിന്നും പ്രണവ് വിജയനൊപ്പം ആർ പി യൂഷ്, മറുനാടൻ മലയാളി.